ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഹാൻഡ് എംബ്രോയിഡറി നെക്ക് ഡിസൈനാണിത്. സിന്ധി വർക്കിൻ്റെ ഒരു മോഡലാണിത്. അപ്പോൾ ഒരു റൗണ്ട് നെക്കാണ് അത്. നമ്മളെ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ ചെയ്തെടുക്കുക. അതേമാതിരി ചുരിദാറിൻ്റെ നെക്കൊക്കെ ആയിട്ട് ചെയ്തെടുത്ത് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ നെക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം കാണിച്ചു തരാം. ഒരു ഹാൻഡ് എംബ്രോയിഡറിനെ കൊണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടു. അതേമാതിരി ഞാനൊരു നെക്കിൻ്റെ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡോളീൻ്റെ നൂല്, ഈ കളർ നൂല്, പിങ്ക് നൂലാണ് ആദ്യം എടുക്കുന്നത്. ഈ ഡോളീൻ്റെ നൂലാണിത്. ഇത് ഞാൻ 3 ലെയറിൽ ഇതേമാതിരി കോർത്ത് വെച്ചിട്ടുണ്ട് സൂചീൻ്റെ മുകളിൽ. അപ്പോൾ ആദ്യം അതിൻ്റെ മുകളിൽ ഇതേ ഈ ഷേപ്പിൽ സ്റ്റെം സ്റ്റിച്ച് തുന്നി വയ്ക്കണം. എന്നിട്ട് വേണം ചെയ്യണമെങ്കിൽ. ആദ്യം സ്റ്റെമ്മിൻ്റെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. ഈ ഏത് ഷേപ്പിലാണോ ഈ ഷേപ്പിൽ നമ്മൾ തയ്ക്കുന്നത് അതേ ഷേപ്പിൽ സ്റ്റെമ്മ് തയ്ച്ച് വയ്ക്കുക. ഒരു ബോർഡർ ലൈൻ മാതിരി. ഒരു ഔട്ട്ലൈൻ കിട്ടുമല്ലോ. ഈ ബോർഡർ തയ്ച്ച് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ വർക്ക് ഈ നെക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മളെ കയ്യിൽ കിട്ടിയുണ്ട്. അപ്പം അതിനനുസരിച്ച് ബാക്കി ചെയ്താൽ മതി. അതേമാതിരി ഫുള്ളായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ തയ്ച്ച് ഈ വരച്ച അതേ രീതിയിൽ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചെടുക്കുക. അതേമാതിരി ഞാൻ ഈ സ്റ്റെം സ്റ്റിച്ചിൽ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തു. ഇനി വേറൊരു സിന്ധി സ്റ്റിച്ച് തയ്ക്കുന്നത് ഒരു ബോർഡറുമാതിരി തയ്ച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് അതേമാതിരി. അപ്പോൾ അതേമാതിരി ഈ വേറെ കളറുള്ള നൂലാണിത്. ഡോളീൻ്റെ നൂല് തന്നെയാണ്. ഈ കളറാണ് എടുത്തത്. ഇത് കുറച്ചേ ഉള്ളൂ. ഇത് കഴിച്ച് തീർന്നു പോയി. അപ്പോൾ അതിനെക്കൊണ്ട് ഇതിനെക്കൊണ്ട് തയ്ച്ച് ഇത് 3 ലെയറിൽ ഞാൻ ഇതിൽ സൂചിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്ക്കുന്ന വിധം നോക്കുക. ഈ ഇവിടുന്ന് പകുതി കിട്ടില്ല എടുക്കുക. വന്ന് ഇതൊരു ബോർഡർ ലൈൻ സ്റ്റിച്ചാണ്. ഇവിടെ അങ്ങനെ ഒരു കോണ് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ കുത്തിയെടുക്കുക. അതേമാതിരി കുത്തിയെടുത്തിട്ട് ഇതിനുള്ളിൽ കൂടെ എടുക്കണം. ഇത് നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. അങ്ങനെ വന്നു അങ്ങനെ വന്നു. ഇനി അടുത്ത ഇവിടെ ചെയ്യുക. ഇവിടെ അങ്ങനെ അതെയായി പുറത്തേക്ക് എടുക്കുക. ഇതിനുള്ളിൽ കൂടെ അങ്ങോട്ട് എടുക്കുക. ഇത് സിന്ധി സ്റ്റിച്ച്, ഗുജറാത്തി സിന്ധി സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് ബോർഡർ കൊടുക്കുക. അതല്ല പോയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. കണ്ടോ? ഈ ലെയറിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങോട്ട് എടുക്കുക. അങ്ങനെ വന്ന് കണ്ടേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്നത് അവിടെ നിന്ന് അങ്ങനെ വന്നു. പിന്നെ അത് അവിടെ എടുക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ നൂലെടുക്കുന്ന വിധം എടുത്താൽ ശരിയായി കിട്ടും. ഇതേ ആയിരത്തന്നെ കൊടുക്കുക. അപ്പോൾ നെക്കിനൊക്കെ ഈ ബോർഡറായിട്ട് കൊടുക്കുക. അതേമാതിരി മതി.
അടുത്ത ഈ ഇവിടെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇവിടെ ചെയ്യും കാണുന്നുണ്ടാവായിരിക്കും. എടുത്ത് ഇവിടെ ചെയ്യും. അതാണ്. അപ്പോൾ അങ്ങനെ ഈ റൗണ്ട് ഇതേമാതിരി ഇവിടെയൊക്കെ ചെയ്തെടുക്കും, വരെ ചെയ്തെടുക്കും അങ്ങനെ. അപ്പോൾ ഈ അടുത്ത കാലിൽ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടുത്തെ ഇതൊക്കെ ഫില്ലാവുമല്ലോ. അപ്പോൾ അതേമാതിരി ഓരോന്ന് വിട്ട് വിട്ടിട്ട് ചെയ്തെടുക്കുക, ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ തയ്ച്ചെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. ഈ അടുത്ത തിരിച്ചിട്ടുള്ള റൗണ്ടിൽ ചെയ്യുക. ഇവിടെയാണ് ഞാൻ പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച ഇവിടെ. ഇനി ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുന്നുണ്ട് അവിടെ. ഇത് ഇവിടെ പക്ഷേ എന്താ കാരണം വെച്ചാൽ ഇവിടെ മേലെ കൂടെ വേണം എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഇതിനെ കൂടെ എടുക്കുക. ഇവിടെ വീണ്ടും ഇതേമാതിരി തന്നെ കുത്തി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. ഇവിടെ എടുത്തിട്ട് ഇത് അവിടെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഒരു ബോക്സ് മാതിരി വന്നതിലൂടെ ഇത് അവിടെ എടുക്കുക. ഇതിനുള്ളിൽ കൂടെ എടുക്കുന്നത് നൂല് സ്റ്റെം സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ കെട്ടിക്കൊടുക്കുന്നില്ലേ ഇതേമാതിരി വേണം. ഇതേമാതിരി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഈ ബോക്സ് ഉണ്ടാക്കി റൗണ്ട് ഫുള്ളായിട്ട് ഈ ബോക്സ് ഉണ്ടാക്കിക്കൊണ്ടാണ്. ഇത് വേണം അടുത്ത സ്റ്റിച്ച് ഒരു ഫ്ലവർ മാതിരി ഉണ്ടാക്കി ചെയ്തെടുക്കണം ഉണ്ടോ. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതേമാതിരി ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കിയെടുത്തു. അടുത്ത ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഡാർക്ക് റെഡ് കൊണ്ട് ഒരു സ്റ്റെം സ്റ്റിച്ച് കൊണ്ട് ഒരു ലൈൻ ചെയ്തില്ല. ആ കളർ പോലെ തന്നെ 3 ലെയറിൽ സൂചിൻ്റെ മുകളിൽ കോർത്തെടുത്ത് പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഇത് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക.
സൂചി എടുത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നൂല് എടുക്കുക. എടുത്തിട്ട് പിന്നെ ഇതാ ഈ ഇവിടെ 2 ലൈന് വരുന്നുണ്ട്. ഈ ചുവപ്പിൻ്റെ ലൈനിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഈ നൂലെടുക്കുക. കണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നൂലെടുക്കുക. പിന്നെ ഇതിൻ്റെ ചെറിയതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഒരു ഭാഗം മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ട് അവിടുത്തെ ഈ റെഡിൻ്റെ ഉള്ളിൽ കൂടെ നൂലെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. അതേമാതിരി അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ എടുക്കുക. പിന്നെ അത് അങ്ങനെ ഇതിൻ്റെ കൂടെ എടുക്കുക. രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ നൂലെടുത്ത് കൊടുക്കുക. 6 ലെയറിൽ വേണമെങ്കിൽ എടുക്കാം. 6 ലെയർ എടുത്താൽ ഒന്നും കൂടെ കട്ടിയിൽ ഉണ്ടാവുന്നതിൻ്റെ വ്യത്യാസം. ഇതേമാതിരി ഈ മേലത്തെ ലൈന് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നു. ഈ ലൈന് ഫുള്ളായിട്ട് മേൽഭാഗം മാത്രം ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ഇത് വീവ് ചെയ്തെടുത്തുകൊണ്ട് ഈ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പും കൂടെ ചെയ്തെടുക്കണം. കുറച്ച് ഞാൻ ചെയ്ത് ഇവിടെ അങ്ങനെ ചെയ്ത് വന്നിട്ട് ഈ നടുക്കലത്തെ ഈ ചുവപ്പുണ്ടല്ലോ, ഈ ചുവപ്പിനുള്ള കൂടെ എടുക്കുക. അടിക്കൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഈ നൂലെടുക്കുക. എന്നിട്ട് അങ്ങനെ വലിച്ചെടുത്തിട്ട് ഇതുണ്ടല്ലോ, ഇത് കോണമാരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക നൂല് ഉണ്ടോ. എന്നിട്ട് പിന്നെ എടുക്കുന്നത് ഈ ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ നൂലെടുക്കുക. കണ്ടോ? ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടി ഈ അറ്റത്തുള്ള ഈ പിങ്കിൻ്റെ ഉള്ളിൽ കൂടി നൂലെടുത്തിരിക്കുക. മറ്റേ 2 എണ്ണം ഉള്ളിൽ വരണം. അതേമാതിരി ഒരു സ്ക്വയർ കട്ട് മാതിരി വരും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് കൊടുക്കുക. കൊതുണ്ട്, ചെറിയ കൊതുങ്ങനെയുള്ള പിന്നെ കാണുന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഈ കൊതുകിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇവിടെ വരുന്ന ഇതുണ്ടല്ലോ, ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എടുത്താൽ തെറ്റി പോകും. ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കരുത്. സൂചി ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം എടുത്തിട്ട് ഈ പിങ്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ ചുവപ്പല്ലാതെ ഒരു പിങ്ക് കളർ കാണുന്നുണ്ടല്ലോ, ആദ്യം ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുക്കുക. കണ്ട് മറ്റേത് മുഴുവൻ എടുക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഇത് മാറി വന്നു. പിന്നെ അവിടെ ഈ ചുവപ്പിനുള്ള കൂടെ ചുവപ്പിനുള്ള കൂടെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മാത്രം എടുത്തിട്ട് ഇതിനുള്ള കൂടിയും കൂടി പിങ്കിനുള്ള കൂടിയും കൂടെ കറുത്തെടുക്കും. അതാണ് ഉണ്ടോ.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചുവപ്പിനുള്ള കൂടെ എടുക്കുക. പിന്നെ ഇവിടെ ഉള്ളൊരു പിങ്ക് ഉണ്ടല്ലോ ഈ അറ്റത്തുള്ള കൂടെ മാത്രം എടുത്ത് കൊടുക്കുക. ഇവിടെ ഒരു സ്ക്വയർ മാതിരി വന്നിട്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെ വന്നു. ഇത് ഇവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ കൂടെ എടുക്കാൻ മറന്നു കഴിഞ്ഞോട് ആൾക്കാരില്ലേ പോട്ടെ. ഇനി ഇവിടെ എടുക്കുന്നത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഈ ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഈ പിങ്കിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. അങ്ങനെ എടുത്ത് വന്നതിന് ശേഷം ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഈ ഒരു കോള് മാതിരി കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് സൂചി എടുക്കുക. അങ്ങനെ കണ്ടോ, അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഈ ചുവപ്പ് എടുക്കുക. ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, കൂടെ സൂചി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ പിങ്ക് ഇതാ കാണുന്ന അവിടെ ഒരു പിങ്ക് കാണുന്നില്ല, അതിൻ്റെ ഉള്ളിൽ കൂടി സൂചി എടുക്കുക. അപ്പോൾ അതങ്ങനെ ഒരു പൂവ് ഒരു സ്ക്വയറിൻ്റെ ഒരു ഷേപ്പ് വരും. അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പിങ്കിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ചോറല്ല, പിങ്കിൻ്റെ ഉള്ളിൽ കൂടെ ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുത്ത് കൊടുക്കുക. ഓരോന്നായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതാ ഈ പിങ്കിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഉള്ളിൽ കൂടെ എടുത്തിട്ട് പിന്നെ ഇതാ ഈ ഇവിടെ ഒരു കോള് മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുക്കുക. ഇത് എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം എടുക്കുക. പിന്നെ അതാ ഈ റെഡ് ഡാല് പിങ്ക് കളറുണ്ട്, പിങ്കിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം സൂചി എടുക്കുക. ഇവിടെ അങ്ങനെ കുടുങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ വന്നുകൊണ്ട് ഈ ഡിസൈൻ ഇതവൾ അതേമാതിരി വന്നു ഉണ്ട്. അങ്ങനെ ഈ ഫുള്ളായിട്ട് ഇത് ചെയ്തെടുക്കുക. അതുവരെ ചെയ്തെടുത്തുകൊണ്ട് പിന്നെ ഈ വർക്ക് ഇത് അവിടെ കഴിഞ്ഞു. ഈ വർക്ക് കാണുന്ന ഈ നെക്ക് ഡിസൈൻ കാണുമ്പോൾ അതേമാതിരി ഉണ്ടാവും.